ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. ലഹരിക്കെതിരെ കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗും വനിതാ വിംഗും. കേരളത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതും യുവതലമുറയെ കാർന്നു തിന്നുന്നതും വലിയ സാമൂഹിക പ്രശ്നവുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ സ്വാധീനം. ഈ സാഹചര്യത്തിലാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗും വനിതാ വിംഗും തയ്യാറാകുന്നത്. കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി നിരവധി പരിപാടികൾ നടത്തുവാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, ലഘുലേഖ വിതരണം എന്നിവ നടത്തും. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി താലൂക്ക് തല ഉദ്ഘാടനം കോതമംഗലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ.കെ. സേവ്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി.പി. ബഷീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ച റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പറയുകയാണ്, പുകയില ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ്, ബീഡി പോലുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ 6000-ഓളം കെമിക്കലാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്നും അതിൽ 600 എണ്ണം വളരെ ഡേഞ്ചറാണെന്നും 62 പക്ക ക്യാൻസറാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് റീജിയണൽ ക്യാൻസർ സെന്റർ നമുക്ക് തരുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിലേക്ക് ചെല്ലുകയാണ്. ആമാശയത്തിൽ ദഹനപ്രക്രിയ നടക്കും. ദഹനപ്രക്രിയ ശേഷം ചെറുകുടലിലേക്ക് ചെല്ലും. ചെറുകുടലിൽ നിന്ന് അത് ബ്ലഡിലോട്ട് പോകും. ഇതാണ് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചാൽ നടക്കുന്ന പ്രോസസ്സ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ ചെന്നാലോ അവിടെ ഒരു ഡൈജഷൻ്റെ ആവശ്യം വരുന്നില്ല. കുറേ അന്നനാളം വഴി ബ്ലഡിലോട്ട് പോകും, അതുപോലെ ആമാശയം വഴി പോകും. ഇത് മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ 500-ഓളം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് PM ഷംജൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ്, MP നൌഷാദ്, ഷിൻഡോ വർഗീസ്, റെന്നി P വർഗീസ്, AV പൗലോസ്, റജി മാനുവൽ, അജു മാത്യു, ഇട്ടുപ്പ് ഓലിയപ്പുറം എന്നിവർ പ്രസംഗിച്ചു. അജിത് VM, രജിത് കുമാർ, മാഹുൽ MA, മേരി പൗലോസ്, മോൾസി ഷാലി, ഗിരിജ അനീഷ്, മായ സുരേന്ദ്രൻ, ഖാലിദ് ഷാ, ആൻസൺ മാത്യു, സനീഷ് സത്യവാൻ, ബിപിൻ രാജു എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോതമംഗലം നിയോജകമണ്ഡലം യൂത്ത് വിങ്ങും വനിതാ വിങ്ങും എല്ലാം സംയുക്തമായി സംഘടിപ്പിച്ച ഈ ലഹരി വിമുക്ത കിക്ക് ഗോൾ എന്ന പരിപാടി ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയോ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതുമായിട്ട് മാതാപിതാക്കളും മറ്റ് അധ്യാപകർ, അങ്ങനെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇതിൻ്റെ പുറകെ നടന്ന്, ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ ആരെങ്കിലും ഉണ്ടെന്ന് സംശയം തോന്നി അതിൻ്റെ പുറകെ നടന്ന് നമ്മളെല്ലാവരോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മാരകമായിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അത് അത്ര ഇപ്പം നമ്മൾ പറയും വളരെ നിസ്സാരമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.